മഴ നല്ല തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, ഒരു കുറവുമില്ല. എന്താ പറയുക, സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് മഴ ആസ്വദിക്കാനൊരു രസമൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഉണ്ട്. മഴ കൊണ്ട് വീടിൻ്റെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തപ്പി ക്ലീൻ ചെയ്യാന്നുള്ളത് മൊത്തം പ്രവാസികളുടെ ഒരു ശീലമാണല്ലോ. ഞാനും അതുപോലെ ഇങ്ങനെ വീടിൻ്റെ അകത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തപ്പി നടക്കുന്നൊരു പരിപാടി ഉണ്ട്. അങ്ങനെ കിട്ടിയ ഒരു സാധനമാണ് ഇതാ ഈ ഓക്സിമീറ്റർ. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു 5 വർഷം മുന്നേ ഇവന് ഭയങ്കര ഡിമാൻഡായിരുന്നു. കൊറോണ വന്ന സമയത്ത് നമുക്കിതിവിടെ ഉമ്മാക്കും ഉപ്പാക്കും ഒരുമിച്ച് പോസിറ്റീവായിട്ടോ ആ സമയത്ത്. അന്ന് ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് കൊടുന്ന് തന്നാണ്, തിരിച്ചു കൊടുത്തിട്ടില്ല ഇതുവരെ. അവർ ചോദിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല. എന്തായാലും ഇത് കൊടുക്കണം. അപ്പോൾ വീടിൻ്റെ മുകളിലായിരുന്നു, ഞങ്ങളിവിടെ താഴെ. ഞങ്ങൾ മാറുകയൊന്നും ചെയ്തില്ല. അവർ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. നല്ല ടെൻഷനായിരുന്നു. അത്യാവശ്യം ഉമ്മാക്ക് ഇച്ചിരി കൂടുതലായിരുന്നു. ഈ ബ്ലഡിൻ്റെ ഓക്സിജൻ്റെ അളവ് നല്ല കുറവായിരുന്നു. അപ്പോൾ അവർ ഉറങ്ങിയിട്ടുണ്ടാവും. എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. കിടക്കുന്നിടത്ത് നിന്ന് എണീച്ച് പോയിട്ട് കയ്യിൽ ഗ്ലൗസൊക്കെ ഇടും, മാസ്കൊക്കെ ഇട്ടിട്ട് എണീച്ച് പോയിട്ട് ഉമ്മ ഉറങ്ങുമ്പോൾ ഉമ്മൻ്റെ വിരലിൽ ഇങ്ങനെ ഇത് വെച്ച് നോക്കും. എത്ര ഇത് 92 അങ്ങനെ എന്തായിരുന്നു ഇതിൻ്റെ അളവ്, ഇത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് അവരറിയൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പിന്നെ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ പോരും. പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പോയി നോക്കും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഭയങ്കരമായിരുന്നു. ഇതിൻ്റെ നമ്പറിലൊരു വാല്യൂ ഉണ്ടല്ലോ, നമ്മുടെ ജീവൻ്റെ വിലയായിരുന്നു ഇതിൽ കാണിക്കുന്ന നമ്പറിന്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ശരിക്കും ആ ഒരു ദിവസത്തിലേക്ക് ഞാൻ പോയി കേട്ടോ. പടച്ചോൻ എന്തായാലും ഒരുപാട് ബുദ്ധിമുട്ടി. ഞങ്ങൾ 2 തവണ ടെസ്റ്റ് ചെയ്തിട്ടും ഉമ്മാക്കും ഉപ്പാക്കും പോസിറ്റീവായിരുന്നു. ഈ ഗേറ്റ് അടച്ചിട്ടായിരുന്നു, ലോക്കായിരുന്നു. ആരും അങ്ങനെ ഇങ്ങോട്ടൊന്നും വന്നിരുന്നില്ല. പക്ഷെ അന്നും ഇവിടെ പഞ്ചായത്തുകാർ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ മെമ്പർ പ്രദീപ് ഡെയിലി ഇവിടെ വന്ന് ഗേറ്റിൻ്റെ അവിടെ നിൽക്കും കേട്ടോ. എന്നിട്ട് വിളിക്കും, റിയാസെന്ന് വിളിക്കും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വരും, അല്ലെങ്കിൽ ഫോണിലാണ് വിളിക്കുക. പുള്ളി വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കും, ചോദിക്കും എന്താ വിശേഷം, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അങ്ങനെ ഒരു എന്താ പറയുക, മറക്കില്ല അവനെ. അത്രയ്ക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്തായാലും ഇത് കിട്ടിയപ്പോൾ ശരിക്കും ആ ഒരു ദിവസത്തിലേക്ക് ഓർമ്മ പോയി. പടച്ചോന് 2 ആളെയും ഞങ്ങൾക്ക് തിരിച്ച് തന്നാണ്. അത്രയ്ക്ക് വയ്യാണ്ടായിരുന്നു 2 ആൾക്കും. 2 പ്രാവശ്യം ഞാൻ ഒറ്റപ്പാലത്ത് കൊണ്ടിട്ട് ഒരു ദിവസം അഡ്മിറ്റ്. കൊറോണ ക്യാമ്പ് വാണിയംകുളത്തും പിന്നെ മാങ്ങോട് മെഡിക്കൽ കോളേജിലും ഉണ്ടായിരുന്നു. അങ്ങോട്ട് മാറ്റണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുവരിക ചെയ്തത്. എന്താ പറയുക, പോയിട്ട് കിട്ടിയതാണ് 2 ആൾ. അപ്പോൾ ഇപ്പോഴത്തെ ഇന്നലത്തേക്ക് ന്യൂസിൽ വീണ്ടും അവിടെ ഇവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ പുറത്തും കേരളത്തിലും 1-2 കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത് കേട്ടു. എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. മഴക്കാലം കാണാനേ ഭംഗിയുള്ളൂ. കൊതുകും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന രോഗങ്ങളുടെ ഒരു സമയം കൂടിയാണ് മഴക്കാലം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. ബൈ.